പെട്ടെന്ന് തന്നെ ഒരാൾക്ക് ഒരു നല്ല സൈക്കോളജിസ്റ്റ് ആവാൻ പറ്റുമോ? എന്നാൽ അതിനുള്ള ഉത്തരമാണ് ഇല്ല. ആദ്യം തന്നെ ഒരു സൈക്കോളജി ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരു സൈക്കോളജിസ്റ്റായി മാറുക അത് തന്നെ ടൈം ആൻഡ് എഫേർട്സ് എടുക്കുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്നും നമ്മളൊരു കൺസൾട്ടേഷൻ എടുക്കാൻ പറ്റുക, കേസസ് പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുക, ഈ ഫീൽഡിൽ ഒരു എക്സ്പേർട്ടായി മാറുക എന്നത് വളരെയധികം ടൈമും നമ്മുടെ എഫേർട്സും സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. എന്നാൽ അങ്ങനെ ഒരു നല്ല സൈക്കോളജിസ്റ്റ് ആവേണ്ട ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ ആസ് എ സൈക്കോളജിസ്റ്റ് എൻ്റെ ജേർണി ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. സൈക്കോളജിയിൽ എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നിലത്തെ കാര്യം എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നുണ്ട്. അപ്പം ഞാൻ ഈ സൈക്കോളജിയിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു ലോ ഗ്രാജുവേറ്റ് ആയിരുന്നു. ആ സമയത്ത് ഞാൻ പഠിക്കുന്ന സമയത്തായാലും ഞാൻ ലോയിലും എല്ലാ സബ്ജക്ട്സും വളരെയധികം ഇഷ്ടപ്പെട്ടൊക്കെ തന്നെയാണ് പഠിച്ചത്. എനിക്ക് പഠിക്കുമ്പോഴും നന്നായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ടൈമൊക്കെ എടുത്ത് എഫേർട്സ് കൊടുത്ത് തന്നെയാണ് ഞാനത് പഠിച്ചത്. എന്നിട്ട് പക്ഷേ അതിൽ ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം എൻറോൾമെൻറ്റും കഴിഞ്ഞു. ആ സമയത്താണ് ഞാൻ വിചാരിച്ചത്, ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പം എനിക്ക് ഈ ഒരു പ്രൊഫഷൻ ഒരു 10 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 15 വർഷത്തേക്ക് എനിക്ക് ഈ പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? എൻ്റെ സ്കിൽ സെറ്റ്സുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണോ? എനിക്ക് ഹാപ്പിനെസ് ആൻഡ് കണ്ടെയ്ൻമെൻറ്റ് ഉണ്ടാവുമോ എന്ന് ഞാൻ തന്നെ ആലോചിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഇല്ല, ഇത് എനിക്ക് വേണ്ടിയുള്ള ഒരു ഫീൽഡ് അല്ല എന്നത് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ പിന്നെ കണ്ടുപിടിക്കാനുള്ള എൻ്റെ ജേർണി സ്റ്റാർട്ടാവുന്നത്. എന്താണ് എനിക്ക് വേണ്ടത്? ഡോറയുടെ പ്രയാണം പോലെ വളരെയധികം അപ്സ് ആൻഡ് ഡൗൺസും ഒരുപാടധികം കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയൊരു പാർട്ടായിരുന്നു അത്. അതിൽ ഞാൻ ഫുഡ് ഫോട്ടോഗ്രാഫി ട്രൈ ചെയ്തു, UPSCക്ക് പഠിക്കാൻ പോയി. പിന്നെ എനിക്ക് ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ആർട്സ്, ക്രാഫ്റ്റ്, പെയിൻറ്റിങ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു സൈഡ് കുറച്ച് എക്സ്പ്ലോർ ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഒരു ഈവൻറ്റ്സ് മാനേജ്മെൻറ്റിൽ MBA എടുത്താൽ എങ്ങനെ ഉണ്ടാവും. അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് തന്നെ കുറേ നോക്കി, കോളേജസ് നോക്കി. പക്ഷെ അതിനെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പം എനിക്ക് ലൈഫ് ലോങ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആൻഡ് ജസ്റ്റ് സ്കിൽ സെറ്റ്സ് മാത്രം പോരല്ലോ. അപ്പം അങ്ങനെ ഒരു ഹോളിസ്റ്റിക് വേയിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് തോന്നി, ഇല്ല, ഇതും എനിക്ക് പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് കുറേ എക്സ്പ്ലോറൊക്കെ ചെയ്ത് ഞാൻ ലാസ്റ്റിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമായിരുന്നു, എൻ്റെ സ്കിൽസും എനിക്ക് എന്താണ് ഇഷ്ടം, എനിക്ക് ഏത് ഫീൽഡിലാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുക ആൻഡ് നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റുക എന്ന് ഞാൻ കണ്ടുപിടിച്ച് ലാസ്റ്റിലെത്തിയ ഒരു ഫീൽഡാണ് സൈക്കോളജി എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ഞാനിപ്പം ഈ സൈക്കോളജിയിലെത്താൻ റാൻഡമായിട്ട് ഞാനെടുത്തൊരു ഡിസിഷൻ അല്ലായിരുന്നു. എനിക്ക് ലോയ്ക്ക് പഠിക്കുമ്പോൾ 2 പേപ്പേഴ്സ് 2 സെമസ്റ്റേഴ്സിലായിട്ട് സൈക്കോളജീൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു ഈ സബ്ജക്റ്റിൻ്റെ ടുവേർഡ്സ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ നന്നായിട്ട് അറിഞ്ഞ് കുറേയൊക്കെ വായിച്ച് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ കുറച്ചും കൂടെയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഞാൻ ഒരു ഇൻഫോംഡായിട്ട് എടുത്തൊരു ഡിസിഷനായിരുന്നു സൈക്കോളജി എന്ന ഫീൽഡിലേക്ക് വരാമെന്ന്. 2019 ലാസ്റ്റിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ കോഴ്സിനായിട്ട് എൻറോൾ ചെയ്തത്. പക്ഷേ ആ സമയത്ത് കോവിഡ് വന്നു, പിന്നെ കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചു. ആ കോഴ്സ് എനിക്ക് പ്രോപ്പർലി ആ സമയത്ത് തന്നെ നടക്കേണ്ട സമയത്ത് നടന്നില്ല. അങ്ങനെ ഡിലേ ആയി. പിന്നെ എനിക്ക് ബേബി വന്നു. പിന്നെ അങ്ങനെ ബേബിക്കായിട്ട് ഒരു 1 ഇയർ കൊടുക്കണം എന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ബേബിക്ക് ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഡിസൈഡ് ചെയ്തത്, ഇനി എനിക്ക് ടൈമായി, ഇനി എനിക്ക് കാര്യങ്ങൾ ചെയ്തു തുടങ്ങണമെന്ന് ഞാൻ തന്നെ ഡിസൈഡ് ചെയ്ത് ഞാൻ ഈ കോഴ്സിനായിട്ട് എൻറോൾ ചെയ്തു. അങ്ങനെ എൻ്റെ മാസ്റ്റേഴ്സിൻ്റെ കോഴ്സ് ക്ലാസ്സസൊക്കെ സ്റ്റാർട്ടായി. ആ ഒരു സമയത്താണ് എനിക്ക് മനസ്സിലായി ഈ തിയറി പാർട്ട് മാത്രം പഠിച്ചതുകൊണ്ട് നമുക്ക് ഒരുപാട് തിയറിറ്റിക്കൽ നോളജ് കിട്ടും, ദാറ്റ്സ് ഫോർ ഷുവർ. പക്ഷേ ഇതുകൊണ്ട് മാത്രം എനിക്ക് ഈ ഫീൽഡിൽ പ്രാക്ടിക്കലി ഒരു കേസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഒരാൾക്കൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻ കൊടുക്കാൻ പറ്റുക, ആ ഒരു ലെവലിൽ എനിക്ക് നോളജ് കിട്ടില്ല എന്ന് തോന്നിയിട്ട് ഞാൻ അപ്പം തന്നെ ഒരു ജോയിൻ ചെയ്തൊരു 2-3 months ആയപ്പോൾ തന്നെ ഞാൻ പോയി ചേർന്നു
ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സസിനായിട്ട്. അങ്ങനെ ഞാൻ അഡോളസെൻ്റ് കൗൺസിലിങ്ങിന് ചേർന്നു, പിന്നെ ലൈഫ് കോച്ചിങ്ങിന് ചേർന്നു. ആൻഡ് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കുറേ റോൾ പ്ലേസ് ഉണ്ടായിരുന്നു, പ്രാക്ടിക്കൽ സ്കിൽ ഡെവലപ്മെൻറ്റിനായിട്ടുള്ള ടാസ്കുകളുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറേ കാര്യങ്ങൾ പ്രാക്ടിക്കലി എങ്ങനെ ചെയ്യണം എന്നത് പഠിച്ചു. അതിനുശേഷം ഞാൻ ഫാമിലി തെറപ്പിയിൽ സർട്ടിഫിക്കേഷൻ കോഴ്സിന് ജോയിൻ ചെയ്തു. ആൻഡ് ആ ഒരു കോഴ്സ് നടക്കുന്ന സമയത്താണ് എനിക്ക് കിട്ടിയ ടാസ്കുകളൊക്കെ എന്ന് പറയുന്നത് ആൾക്കാരെ പ്രോപ്പർലി ഇൻ്റർവ്യൂയിങ് സ്കിൽസ് പഠിക്കാനായിട്ടുള്ളത്, ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ, കപ്പിൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അവരെ കൗൺസിൽ ചെയ്യണം, അങ്ങനത്തെ കുറേ സ്കിൽസ് പഠിച്ചു. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു സപ്പോർട്ട് ഗ്രൂപ്പ് കണ്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സപ്പോർട്ട് ഗ്രൂപ്പ് സെഷൻസ് ഞാൻ കണ്ടക്ട് ചെയ്ത സമയത്താണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് ഇത് ചെയ്യാൻ പറ്റും, എനിക്ക് അതിനുള്ള സ്കിൽസ് ഉണ്ട്, എംപത്തറ്റിക്കലി എനിക്ക് ആൾക്കാരുടെ അടുത്ത് അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, എനിക്ക് പ്രോപ്പർലി റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് തന്നെ മനസ്സിലാക്കി തന്നൊരു കോഴ്സായിരുന്നു ഫാമിലി തെറപ്പിയുടേത്. ഈ മാസ്റ്റേഴ്സിൻ്റെ ഭാഗമായിട്ടും റിസർച്ച് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, ഇൻറ്റേൺഷിപ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ഇടയ്ക്കൊക്കെ പറ്റുമ്പോഴും ഞാൻ കുറേ വർക്ക്ഷോപ്സും ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. ആൻഡ് ഈ മാസ്റ്റേഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഈ റിസർച്ച് പ്രോജക്റ്റ്, ഇതിൽ ഞാൻ ഫുൾ ഡെഡിക്കേഷനോട് കൂടി ഓരോ പ്രോസസ്സും ചെയ്ത്, അതുപോലെ ഇൻറ്റേൺഷിപ്പ് പ്രോപ്പർലി 240 hours ആയിരുന്നു വേണ്ടത്, പക്ഷെ ഞാൻ അതിനെക്കാട്ടും കൂടുതൽ ചെയ്ത് കേസസ് കൂടെ ഇരുന്ന് കണ്ട് ഒബ്സർവ് ചെയ്ത് എങ്ങനെയാണ് ഒരു പ്രോപ്പർലി ഒരു കേസ് ഹാൻഡിൽ ചെയ്യേണ്ടത്, കേസ് ഹിസ്റ്ററി എഴുതേണ്ടത്, അങ്ങനത്തെ കുറേ പ്രാക്ടിക്കൽ സ്കിൽസ് എനിക്ക് അവിടെ നിന്നും പഠിക്കാൻ പറ്റി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഈ പ്രോജക്റ്റിനായാലും അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പിൻ്റെ റിപ്പോർട്ടിനായാലും കേസസ് കിട്ടുന്ന കാര്യത്തിലായാലും എല്ലാത്തിലും ഇൻ റിയാലിറ്റി ഷോർട്ട് കട്ട്സ് ഉണ്ട്. പക്ഷേ ഞാനിവിടെ ആരെയും ബ്ലെയിം ചെയ്യുന്നയോ പിൻ പോയിൻറ്റ് ചെയ്യുന്നയോ ഒന്നുമല്ല, ഞാൻ റിയാലിറ്റി ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഇതിനൊക്കെ നമുക്ക് ഷോർട്ട് കട്ട്സ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ എൻ്റെ എയിം എന്ന് പറഞ്ഞത് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടുക എന്നതല്ലായിരുന്നു. എനിക്കൊരു നല്ല സൈക്കോളജിസ്റ്റ് ആവണം. അപ്പം അതിനായിട്ട് ഞാൻ പ്രോപ്പറായിട്ട് എഫേർട്സ് ഇട്ട് ഓരോ സ്റ്റെപ്പിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ തന്നെ ചെയ്ത് മുന്നോട്ട് പോകണം എന്നതെനിക്ക് നിർബന്ധമായിരുന്നു. ഞാൻ പിന്നെ ഈ വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതിൽ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള വർക്ക്ഷോപ്സ് ഞാൻ ചെയ്തിരുന്നു. ഡ്രീം അനാലിസിസിൽ ചെയ്തിരുന്നു, ഫോറൻസിക് സൈക്കോളജി, പിന്നെ എങ്ങനെയാണ് ഒരു എഫക്റ്റീവ് കൗൺസിലർ ആവുക എന്ന വർക്ക്ഷോപ്പ്, പിന്നെ റിലേഷണൽ ട്രോമ ആൻഡ് അബ്യൂസ്. ഈ കുറേ വർക്ക്ഷോപ്സ്, ഇങ്ങനത്തെ കുറേ വർക്ക്ഷോപ്സ് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. ജസ്റ്റ് ഫ്യൂ ഓഫ് ദെം ആണ്. അപ്പം ഞാൻ ഇതൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു എൻ്റെ ശൈലി എന്താണ്, എനിക്ക് ഏത് ഏരിയയിൽ വർക്ക് ചെയ്യാനായിരിക്കും ഇഷ്ടമുണ്ടാവുക, എനിക്ക് ഏത് ഏരിയയിലാണ് പ്രോപ്പർലി എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എൻ്റെ സ്കിൽസുമായിട്ടും വാല്യൂസുമായിട്ടും അലൈൻ ചെയ്യുന്ന ഏരിയ എന്താണ് എന്നൊക്കെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി. എൻ്റെ മാസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പം ഞാൻ ഡിസൈഡ് ചെയ്തു എനിക്ക് കൗൺസിലിംഗ് സൈക്കോളജിയിലാണ് നെക്സ്റ്റ് സ്പെഷ്യലൈസേഷൻ ചെയ്യേണ്ടത് എന്നത്. അപ്പം ആ ഒരു സമയത്ത് എനിക്ക് വന്നൊരു തോട്ടായിരുന്നു, ലൈക്ക് ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യണം എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നിയാലോ, അല്ലെങ്കിൽ ആ ഒരു മേഖല കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നെനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഡിപ്ലോമ ഇൻ ഓർഗനൈസേഷണൽ സൈക്കോളജിക്ക് ഓൺലൈനായിട്ട് എൻറോൾ ചെയ്യുന്ന കോഗ്നിസ വെസ്റ്റിൽ. ആൻഡ് അവിടെ ആ കോഴ്സ് ഞാൻ 9 months ലൈക്ക് ഈ മാസ്റ്റേഴ്സിൻ്റെ കൂടെ തന്നെ അതും കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുക. ഇപ്പം എൻ്റെ ലൈഫിൽ തന്നെ എനിക്കൊരു വർക്ക് ലൈഫ് ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എൻ്റെ ഇൻട്രസ്റ്റിൻ്റെ മേളിൽ എനിക്കെങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം, ലൈക്ക് ജോബ് ഞാൻ ചെയ്യുന്നത് ആ ജോബ് റോൾ എനിക്ക് ഫിറ്റായിട്ടുള്ളതാണോ, ആൻഡ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് സുഹൃത്തുക്കളെ ഞാൻ ഡിസൈഡ് ചെയ്യുന്നത് എനിക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ആൻഡ് ആ ചാനൽ എനിക്ക് ഡെഫിനറ്റീവായിട്ട് തന്നെ എനിക്കൊരു ക്ലിയർ ഐഡിയ ഉണ്ടായിരുന്നു, ലൈക്ക് സൈക്കോളജി റിലേറ്റഡ് കണ്ടൻറ്റ് എനിക്ക് ഷെയർ ചെയ്യണം, ലൈക്ക് കോമൺ ആയിട്ട് എല്ലാവരുടെ അടുത്തും എത്തുന്ന രീതിയിൽ, സിമ്പിളായിട്ടുള്ള രീതിയിൽ സൈക്കോളജി ആൻഡ് നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എത്തിക്കണം, ലൈക്ക് ഒരു അവെയർനെസ് ക്രിയേറ്റ് ചെയ്യണം. കാരണം ഇപ്പോഴും ആ ടാബു കിടക്കുന്നുണ്ട് നമ്മളുടെ നാട്ടിൽ, കോമൺ ആയിട്ട് തന്നെ സൊസൈറ്റിയിൽ. ലൈക്ക് ഒരു സൈക്കോളജിസ്റ്റിനടുത്ത് പോവുക, സൈക്കാട്രിസ്റ്റിനടുത്ത് പോവുക, മെൻ്റൽ ഹെൽത്ത് കെയറിനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭ്രാന്താണ് അല്ലെങ്കിൽ വട്ടാണ് എന്ന രീതിയിലൊരു ടാഗ് കുത്തുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടാഗ്
കുത്തുമോ എന്നുള്ള പേടി സ്വന്തമായിട്ട് തോന്നുക, അതൊക്കെ ഈ അവെയർനെസ്സിൻ്റെ കുറവ് കാരണമാണ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയപ്പോഴാണ് എനിക്ക് ഈ യൂട്യൂബ് ചാനലിൽ ഇങ്ങനത്തെ വീഡിയോസാണ് എനിക്ക് ചെയ്യേണ്ടത് എന്നെനിക്ക് മനസ്സിലായത്. എനിക്ക് ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴായാലും അല്ലെങ്കിൽ ഇപ്പോഴായാലും എനിക്കൊരു വലിയ യൂട്യൂബർ ആവണം, ഭയങ്കര ഫേമസ് ആവണം, മോണിറ്റൈസ് ചെയ്യപ്പെടണം, ഇതൊന്നും അല്ല ആക്ച്വലി എൻ്റെ ഗോൾ. എൻ്റെ ഗോൾ എന്ന് പറയുന്നത് ഇങ്ങനെ സൈക്കോളജി റിലേറ്റഡ് കോണ്ടൻറ്റ് ചെയ്യണം, എല്ലാവരിലേക്കും ഈ കാര്യങ്ങൾ എത്തിക്കണം, അതുപോലെ തന്നെ ഞാൻ ആസ് എ സൈക്കോളജിസ്റ്റ് എന്താണ് എങ്ങനെയാണ് എന്ന് എല്ലാവരിലേക്കും എത്തിക്കുക എന്നൊക്കെയാണ്. എൻ്റെ അടുത്തുള്ള കൺസേൺ കൊണ്ടും സ്നേഹം കൊണ്ടും ഒക്കെ കുറേ പേര് എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഹോട്ട് ടോപ്പിക്സ് ചെയ്യുക, കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്സിന് പുറത്ത് വീഡിയോ ചെയ്യുക, അപ്പോൾ കൂടുതൽ ആൾക്കാർ ക്ലിക്ക് ചെയ്യും, സെർച്ച് ചെയ്യപ്പെടും, അപ്പോൾ പെട്ടെന്ന് വൈറലാവാൻ പറ്റും, റീച്ച് കൂടുതൽ കിട്ടും എന്നൊക്കെ. പക്ഷേ ഞാൻ ആക്ച്വലി ഈ ചാനലിനെ അങ്ങനെ കൊണ്ടു നടക്കണം എന്നല്ല ഞാൻ എയിം ചെയ്യുന്നത്. ഒരു പ്യുവറായിട്ട് ഓർഗാനിക്കായിട്ട് പതുക്കെ ആയാലും അതിൻ്റെ രീതിയിൽ അത് ഗ്രോ ചെയ്തോട്ടെ. എനിക്ക് പറ്റുന്ന രീതിയിലുള്ള എഫേർട്സ് ഞാൻ ഇടുക, ഞാൻ എങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആരെയും ഹേർട്ട് ചെയ്യാതെ പ്രോപ്പർലി എന്താണോ നോൺ ബയസ്ഡ് ആൻഡ് നോൺ ജഡ്ജ്മെൻ്റൽ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളെയും കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ പറ്റുക എന്നതാണ് എൻ്റെ എയിം. ഇപ്പം എനിക്ക് ഓരോ ദിവസം ഒരു 5 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 10 സബ്സ്ക്രൈബേഴ്സ്, ചില ദിവസം 1 സബ്സ്ക്രൈബറൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷേ ആ 1 സബ്സ്ക്രൈബർ ആയാൽ പോലും എനിക്ക് അത്രത്തോളം സ്പെഷ്യലാണ്. കാരണം അവർ ഞാൻ ഈ പ്രസൻറ്റ് ചെയ്യുന്ന കോണ്ടൻറ്റ് കണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടല്ലേ അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോരുത്തരെ കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ എല്ലാ കമൻസിനും റിപ്ലൈ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. കാരണം ആ ഓരോ കമൻറ്റും എനിക്ക് അത്രത്തോളം ഞാൻ പേഴ്സണലായിട്ട് എടുക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ചാനലിൻ്റെ പേര് അമൈൻമെൻറ്റ് എന്നാണ്. എനിക്കിപ്പോൾ ഈ ചാനലിൻ്റെ പേരിടുന്ന സമയത്ത് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, ഈ ഒരു പേരായിരിക്കണം എൻ്റെ ഒരു സ്ഥാപനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ഒരു ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ഒരു പ്രാക്ടീസിങ് ആയിട്ടുള്ള ഒരു നെയിം അതായിരിക്കണമെന്ന്. അങ്ങനെ ഞാൻ കുറേ ആലോചിച്ചിട്ട് കണ്ടുപിടിച്ചൊരു പേരായിരുന്നു അമൈൻമെൻറ്റ് എന്ന് പറഞ്ഞ്. അത് ഈ വാക്ക് ആക്ച്വലി വരുന്നത്, ഇങ്ങനത്തെ ഒരു വാക്ക് ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇതിന് തുടക്കമിടുന്ന ഒരു റൂട്ട് വേർഡ് എന്ന് പറയുന്നത് എമെൻമെൻ്റ് ആണ്. എമെൻമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ചസ് വരുത്തുക. ലൈക്ക് ലോയിൽ വളരെയധികം കോമൺലി യൂസ് ചെയ്യുന്നൊരു വേർഡാണ് എമെൻമെൻറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് ഒക്കെ നടക്കും, അതുപോലെ എമെൻമെൻറ്റ്. അപ്പോൾ എമെൻമെൻറ്റിനെ നമ്മളുടെ സൈക്കോളജിയിലേക്ക് എനിക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ മൈൻഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ വരുത്താൻ പറ്റുന്ന കുറച്ച് പോസിറ്റീവ് ചേഞ്ചസ് കാരണം നമ്മളുടെ ലൈഫിനെ തന്നെ നമുക്ക് മാറ്റാൻ പറ്റും എന്നതാണ് ഞാൻ ഈ അമൈൻമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ 2 പ്രൊഫഷൻസിനെ ഞാൻ ലിങ്ക് ചെയ്ത് ഒരുമിച്ചാക്കി ഇട്ട പേരിൻ്റെ ഈ ഡയറക്ടർ ബ്രില്യൻസ് നിങ്ങൾ കാണാതെ പോകരുത്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മാസ്റ്റേഴ്സ് കംപ്ലീറ്റായി, ഞാൻ എൻ്റെ ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തു. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഈ ഡിസ്ക്രിപ്ഷനിലും ഷെയർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ എൻ്റെ ബയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയും കാണാൻ കിട്ടും. പിന്നെ ഞാൻ കേസസ് എടുത്ത് തുടങ്ങി. എൻ്റെ വെരി ഫസ്റ്റ് ക്ലയൻറ്റിൻ്റെ ഒരു ടെസ്റ്റിമോണിയൽ എനിക്ക് ഇന്നലെ കിട്ടിയിരുന്നു. ആൻഡ് അത് വായിച്ചപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര അധികം സ്പെഷ്യലായിട്ട് ഫീലായി. എനിക്ക് മനസ്സിലായി ലൈക്ക് ഞാൻ ഈ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ ഞാൻ എന്തൊക്കെ സ്കിൽസ് എൻ്റെ ഉള്ളിലുണ്ട് എന്ന് വിചാരിച്ചാണോ വന്നത്. അത് ഇങ്ങനത്തെ ഒരു ടെസ്റ്റിമോണിയൽ ഞാനത് വായിക്കുമ്പം എനിക്ക് ഭയങ്കര അധികം റീഇൻഫോഴ്സിങ്ങും മോട്ടിവേഷൻ എനിക്ക് ഫീൽ ചെയ്തു. ലൈക്ക് ഐ എം ഡൂയിങ് ദി റൈറ്റ് തിങ്, ഐ എം ഓൺ ദി റൈറ്റ് പാത്ത് എന്ന് എനിക്ക് ഫീലായി. അപ്പം അതൊരു സ്പെഷ്യൽ ഫീലിംഗ് തന്നെയായിരുന്നു. അങ്ങനെ ഞാനൊരു സൈക്കോളജിസ്റ്റായി ആൻഡ് സൈക്കോ തെറപ്പിസ്റ്റായി. അതിനായിട്ട് ഈ പല തെറപ്പി മൊഡാലിറ്റീസിനെ കുറിച്ചുള്ള സ്പെഷ്യലൈസേഷൻ കോഴ്സസാണ് ചെയ്യുന്നത് സൈക്കോ തെറപ്പിസ്റ്റായിട്ട് ആവാനായിട്ട്. അപ്പം അതിനായിട്ടുള്ള കുറച്ച് കോഴ്സസ് ഞാൻ ഓൾറെഡി ചെയ്തു, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഇനിയും ചെയ്യാൻ എനിക്ക് പ്ലാനുണ്ട്. ആസ് എ സൈക്കോളജിസ്റ്റ് ഞാൻ എപ്പോഴും എൻഷോർ ചെയ്യുന്ന ഉറപ്പുള്ള കുറച്ച് വാല്യൂസാണ്. ഞാൻ വളരെയധികം നോൺ ജഡ്ജ്മെൻ്റലായിട്ട് തന്നെ ഏതൊരു ക്ലയൻറ്റ് വന്നാലും അവർ പറയുന്ന കാര്യങ്ങളായാലും അവരുടെ തോട്ട്സ് ആയാലും അവരുടെ ഇമോഷൻസ് ആയാലും ഞാൻ ആ സേഫ് ആയിട്ടുള്ളൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്യും അവർക്കായിട്ട്. ആൻഡ് അവരാണ് ഈ ജേർണി എങ്ങോട്ട് കൊണ്ടുപോകണം, അവരുടെ ഗോൾസ് എന്തായിരിക്കും, അല്ലെങ്കിൽ അവരെന്താണ് ചേഞ്ചസ് ആഗ്രഹിക്കുന്നത്, അതിനായിട്ടാണ് ഈ സെഷൻസ് കണ്ടക്റ്റ് ചെയ്യപ്പെടുന്നത്
ഇഷ്ടപ്പെടേണ്ടത്. അപ്പം എനിക്കെന്തെങ്കിലും കാര്യം തോന്നിയാലും ഞാൻ അതിനെ ആസ് എ സജഷൻ അല്ലെങ്കിൽ ഇതാണ് കാര്യം എന്ന രീതിയിലാണ് പറയുക. അല്ലെങ്കിൽ ഞാൻ ഇത് പറയുന്നു നിങ്ങൾ ഇത് തന്നെ ഫോളോ ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പുട്ട് ഫോർവേഡ് ചെയ്യില്ല. എൻ്റെ ആസ് എ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഈ ജേർണി അതിൻ്റെ വളരെയധികം ബിഗിനിങ് സ്റ്റേജിൽ മാത്രമാണ് എന്നെനിക്കറിയാം. ലൈക്ക് എൻ്റെ മുന്നിൽ വളരെയധികം ലോങ് ആയിട്ടുള്ളൊരു ജേർണി ഉണ്ട്. ലൈക്ക് ഞാൻ ആലോചിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു എക്സ്പേർട്ട് ഈ ഫീൽഡിലായി മാറുക, കുറേ ഹാപ്പി ക്ലയൻസ് ഉണ്ടാവുക, അതിനൊക്കെ ആയിട്ട് ഞാൻ ഇപ്പോഴും റെഡിയാണ്. ഇനിയും തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുക, കുറേ നോളജ് ഗെയിൻ ചെയ്യുക, എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുക. അപ്പം എൻ്റെ പാർട്ടിൽ നിന്നും എന്തൊക്കെ എഫേർട്സ് ഇടാൻ പറ്റുമോ അതൊക്കെ ഞാൻ ജെന്യുവനായിട്ട് എന്തായാലും ഇടും. കാരണം ഞാൻ അത്രത്തോളം ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു ജോലിയാണിത്. അപ്പം ഞാൻ എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് സമയമെടുത്തായാലും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു നല്ലൊരു സൈക്കോളജിസ്റ്റ് ആവാൻ എനിക്ക് പറ്റുമെന്നാണ്. അതിനായിട്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും വിഷസും ഒക്കെ വേണം. ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമായിരിക്കും, ഒരു നല്ല സൈക്കോളജിസ്റ്റ് ആവുക എന്ന് പറയുന്നത് കുറച്ച് പണിയുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ശരിക്കും ഇഷ്ടമാവുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, ഞാൻ ജെന്യുവനായിട്ടാണ് ഓരോന്നും ചെയ്യുന്നത് എന്ന് തോന്നുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കണ്ട. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ സജഷൻസ് ഉണ്ട്, ലൈക്ക് ഈ ടോപ്പിക്സിൻ്റെ പുറത്തൊക്കെ വീഡിയോ ചെയ്യാം എന്നൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കോമെൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യാവുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഈ ചാനലിനെ കുറിച്ച് എന്താണ് തോന്നുന്നത് അതും കോമെൻറ്റ് സെക്ഷനിൽ പ്ലീസ് ഷെയർ ചെയ്യുക. I'll be happy to read all those comments. Thank you so much for watching. Bye bye. Take care.